നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. യുഎഇയിലെ കളിയാട്ടത്തിൽ വിശദീകരണമായി കനലാടിമാർ. നടക്കുന്നത് അനാവശ്യ വിവാദം. കളിയാട്ടം നടത്തിയത് ചിട്ടയും ആചാരവും അനുസരിച്ച്. മുത്തപ്പൻ വെള്ളാട്ടം നടത്തിപ്പിനില്ലാത്ത വിവാദങ്ങൾ കളിയാട്ടത്തിന് കൽപ്പിക്കുന്നത് നിന്ദ്യമെന്നും പത്മശ്രീ നാരായണ പെരുവണ്ണാൻ. ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾ ഡിസംബർ 10 സർവീസ് നിർത്തിവെക്കും. പ്രതിഷേധം പോലീസിന്റെ വ്യാപക പിഴ ചുമത്തലിനെതിരെ. ആഹ്വാനം കോർഡിനേഷൻ കമ്മിറ്റി യോഗത്തിന് ശേഷം. നടപടിയില്ലെങ്കിൽ 18 മുതൽ അനിശ്ചിതകാല സമരം. നാശത്തിന്റെ വക്കിലെത്തി നടാൽ പുഴയിലെ കണ്ടലുകൾ. എത്രയും പെട്ടെന്ന് സംരക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ളവ തള്ളി നശിച്ചത് ജൈവ വൈവിധ്യം. പുഴ കയ്യേറാനും ശ്രമം. വാർത്തകൾ വിശദമായി. യുഎഇയിൽ കളിയാട്ടത്തിൽ പങ്കെടുത്ത കനലാടിമാർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുകയാണെന്നും അനാവശ്യ വിവാദമാണ് നടക്കുന്നതെന്നും കനലാടിമാർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. നവംബർ 24 അജ്മാനിൽ നടന്ന കളിയാട്ടം അനുഷ്ഠാനങ്ങൾക്ക് ഭംഗം വരാത്ത രീതിയിലാണ് നടത്തിയിട്ടുള്ളതെന്നും ആചാരവിധി പ്രകാരം അടയാളം കൊടുത്ത് വെറ്റില കൈനീട്ടം നൽകി അണിയറയിൽ വെച്ച് വന്ദനം ചെയ്ത് തോറ്റവും വെള്ളാട്ടവും ചിട്ടയോടെയാണ് കളിയാട്ടം നടത്തിയെന്നും ഇവർ പറഞ്ഞു. ഇത്തരത്തിൽ നടന്ന കളിയാട്ടം തെറ്റിദ്ധാരണജനകമായ വിമർശനങ്ങൾക്ക് വിധേയമായത് അത്യന്തം അപലപനീയമാണെന്ന് പത്മശ്രീ നാരായണ പെരുവണ്ണാൻ പറഞ്ഞു. കളിയാട്ടം കഴിഞ്ഞതിന് ശേഷം അതിൽ പങ്കെടുത്ത കനലാടികളെ എല്ലാവരും കുറച്ച് ദിവസങ്ങളിലായി വിവിധ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപങ്ങൾക്ക് പാത്രീഭൂതമായിരിക്കുകയാണ്. തികച്ചും അനിവാര്യമായ ഒരു വിവാദമാണ് ഇവിടെ നടക്കുന്നത്. നവംബർ 24 അജ്മാനിൽ വെച്ച് നടന്ന കളിയാട്ടം അനുഷ്ഠാനങ്ങൾക്ക് ഭംഗം വരാത്ത രീതിയിലാണ് നടത്തിയിട്ടുള്ളത്. ആചാരവിധി പ്രകാരം അടയാളം കൊടുത്ത് വിത്തില കൈനീട്ടം നൽകി അണിയറയിൽ വെച്ച് വന്ദനം ചെയ്ത് തോറ്റവും വെള്ളാട്ടവും ചിട്ടയോടെ നടന്ന കളിയാട്ടം തെറ്റിദ്ധാരണാജനകമായ വിമർശനങ്ങൾക്ക് വിധേയമായത് അത്യന്തം അപലപനീയമാണ്. ആചാരങ്ങൾക്കോ അനുഷ്ഠാനങ്ങൾക്കോ ഒരു ലേപമോ വിഘ്നമോ വരുത്താതെ നടത്തിയ ഈ കളിയാട്ടത്തിൻ്റെ എതിരെ ചില കേന്ദ്രങ്ങളിൽ നിന്നും ദുഷ്പ്രചരണം അഴിച്ചുവിടുന്നത് നിന്ദ്യമാണ്. തെയ്യങ്ങളെ കെട്ടിയാടാൻ വേദിയായത് ആദ്യം അജ്മാനിലെ വിന്നേഴ്സ് ക്ലബ്ബ് ആണ് ആദ്യം അവർ ഉദ്ദേശിച്ചത്. അത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ക്ലബ്ബിൽ വെച്ച് നടത്തുമ്പോൾ അതിൻ്റെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കാം. വലിയൊരു ഓഡിറ്റോറിയവും മൈതാനവും ചേർന്നതാണ് ക്ലബ്ബ്. അവിടെ കാവുണ്ടാക്കി എല്ലാ വിധാനങ്ങളും ഒരുക്കി ആചാരാനുഷ്ഠാനത്തോടു കൂടിയാണ് കളിയാട്ടം നടത്തിയത്. അവിടെ കെട്ടിയാടിയ തെയ്യങ്ങളൊക്കെയും പതികെട്ടി നിവർത്തിക്കുന്ന കോലങ്ങളാണ്. കളിയാട്ടം നടത്താൻ തീരുമാനിച്ചപ്പോൾ അബുദാബിയിലെ ക്ഷേത്ര പരിസരത്ത് വെച്ച് നടത്താനാണ് ആദ്യം പദ്ധതിയിട്ടത്. പക്ഷേ ദൗർഭാഗ്യവശാൽ സ്ഥലം ഒത്തുവന്നില്ല. ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഒരു ലോപമോ വിഘ്നമോ വരുത്താതെയാണ് കളിയാട്ടം നടന്നത്. എന്നാൽ ചില കേന്ദ്രങ്ങളിൽ നിന്നും ദുഷ്പ്രചാരണം തിരിച്ചുവിടുകയാണ്. ഇത് നിന്ദ്യമാണ്. കളിയാട്ടം നടത്താൻ തീരുമാനിച്ചപ്പോൾ അബുദാബിയിലെ ക്ഷേത്ര പരിസരത്ത് വെച്ച് നടത്താനാണ് പദ്ധതിയിട്ടിരുന്നത്. പക്ഷേ ദൗർഭാഗ്യവശാൽ സ്ഥലം ഒത്തുവന്നില്ല. യുഎഇയെ സംബന്ധിച്ചിടത്തോളം കളിയാട്ടമോ മറ്റു ഉത്സവ പരിപാടികൾ നടത്താനുള്ള സൗകര്യം അസോസിയേഷനുകളുടെ അല്ലെങ്കിൽ ക്ലബ്ബുകളുടെ ഓഡിറ്റോറിയം, മൈതാനം എന്നിവയെ സൗകര്യപ്പെടുകയുള്ളൂ. 15 വർഷത്തോളമായി നടക്കുന്ന മുത്തപ്പൻ നടന്നത് അസോസിയേഷൻ ഹാളിലും എക്സ്പോ സെന്ററിലുമൊക്കെയായിരുന്നു. അന്നൊന്നും ഒരു വിവാദവും ഉണ്ടായിരുന്നില്ലെന്ന് ഓർക്കണം. MP കുഞ്ഞിരാമ പണിക്കർ, M രാജൻ പെരുവണ്ണാൻ, KP ജയരാജൻ പെരുവണ്ണാൻ, TV ഷൈജു പെരുവണ്ണാൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി കാര്യക്ഷമമാക്കുക, തൊഴിൽ നൽകുന്നതിൽ കോർപ്പറേഷൻ കാണിക്കുന്ന അലംഭാവം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. KSKTU സംസ്ഥാന സെക്രട്ടറി N ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് പദ്ധതി തകർക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കേരള സർക്കാർ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന നഗര തൊഴിലുറപ്പ് പദ്ധതിയോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് കോർപ്പറേഷൻ ഭരണാധികാരികൾ സ്വീകരിച്ചു വരുന്നതെന്നും N ചന്ദ്രൻ പറഞ്ഞു. ഇതിൻ്റെ വിശദാംശങ്ങളെല്ലാം നിങ്ങൾക്കറിയാമെന്നാണ് ഞാൻ കരുതുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ പദ്ധതിക്ക് വേണ്ടി നീക്കിവെക്കുന്ന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് ഏകദേശ കണക്ക്. നിയമപ്രകാരം അവർക്ക് കൂലിയും വേതനവും കൊടുക്കണമെങ്കിൽ ഈ തുക ബഡ്ജറ്റിൽ നീക്കിവെച്ചാലേ ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾക്കെല്ലാം കൃത്യമായി ജോലി കൊടുക്കാൻ സാധിക്കും. പക്ഷെ ഒരിക്കലും അത്തരം തുക നീക്കിവെക്കാൻ BJP ഗവൺമെന്റ് തയ്യാറായില്ല. ജില്ലാ കമ്മിറ്റി അംഗം T രശ്മി അധ്യക്ഷയായി. സംസ്ഥാന കമ്മിറ്റി അംഗം P രമേശ് ബാബു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്.
അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന് പൂതപ്പാറ സൗത്ത് യു പി സ്കൂൾ ഗ്രൗണ്ടിൽ തുടക്കമായി. കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി ജിഷ ഉദ്ഘാടനം ചെയ്തു. അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അജീഷ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് സംഘടിപ്പിക്കുന്ന കേരളോത്സവം നവംബർ 30 മുതൽ ഡിസംബർ 8 വരെയാണ് നടക്കുക. ഇനിയൊരു ഇടവേളക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UAE-യിലെ കളിയാട്ടത്തിൽ വിശദീകരണമായി കനലാടിമാർ. നടക്കുന്നത് അനാവശ്യ വിവാദം. കളിയാട്ടം നടത്തിയത് ചിട്ടയും ആചാരവും അനുസരിച്ച്. മുത്തപ്പൻ വെള്ളാട്ടം നടത്തിപ്പിനില്ലാത്ത വിവാദങ്ങൾ കളിയാട്ടത്തിന് കൽപ്പിക്കുന്നത് നിന്ദ്യമെന്നും പത്മശ്രീ നാരായണ പെരുവണ്ണാൻ. ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾ ഡിസംബർ 10 സർവീസ് നിർത്തിവെക്കും. പ്രതിഷേധം പോലീസിന്റെ വ്യാപക പിഴ ചുമത്തലിനെതിരെ. ആഹ്വാനം കോർഡിനേഷൻ കമ്മിറ്റി യോഗത്തിന് ശേഷം. നടപടിയില്ലെങ്കിൽ 18 മുതൽ അനിശ്ചിതകാല സമരം. നാശത്തിന്റെ വക്കിലെത്തി നടാൽ പുഴയിലെ കണ്ടലുകൾ. എത്രയും പെട്ടെന്ന് സംരക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യം. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ളവ തള്ളി നശിച്ചത് ജൈവ വൈവിധ്യം. പുഴ കയ്യേറാനും ശ്രമം. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്. കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. വാർത്തയിലേക്ക്. ജില്ലയിൽ ഡിസംബർ 10 സ്വകാര്യ ബസ്സുകൾ പണിമുടക്കുന്നു. സ്വകാര്യ ബസ്സുകൾക്കെതിരെ പോലീസ് വ്യാപകമായി പിഴ ചുമത്തുന്നതിനെതിരെയാണ് സൂചനാ പണിമുടക്ക് നടത്താൻ തീരുമാനിച്ചതെന്ന് ബസ് ഉടമസ്ഥ സംഘം കോർഡിനേഷൻ കമ്മിറ്റി ജനറൽ കൺവീനർ രാജ്കുമാർ കരുവാരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ഡിസംബർ 18 മുതൽ അനിശ്ചിതകാല പണിമുടക്ക് നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ജില്ലയിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളെ ഏകപക്ഷീയമായി സത്യാവസ്ഥ അറിയാതെ ഫോട്ടോയെടുത്ത് അമിത ഫൈൻ ഈടാക്കി പീഡിപ്പിക്കുന്ന നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഡിസംബർ 10 ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾ സൂചനയായി ഒരു ദിവസം സർവീസ് നിർത്തിവയ്ക്കാൻ തീരുമാനിച്ചതെന്ന് ബസ് ഉടമകൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അന്യായ നടപടിക്കെതിരെ ബന്ധപ്പെട്ടവർക്ക് നിരവധി തവണ പരാതി നൽകിയിട്ടും അനുകൂല നടപടി ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് ഇന്നലെ ബസ് ഉടമസ്ഥ സംഘം കോർഡിനേഷൻ കമ്മിറ്റി യോഗം ചേർന്ന് സർവീസ് നിർത്തിവയ്ക്കാൻ തീരുമാനിച്ചതെന്നും പ്രശ്നത്തിന് പരിഹാരമായില്ലെങ്കിൽ ഡിസംബർ 18 മുതൽ അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെക്കാനും തീരുമാനിച്ചതായി ജനറൽ കൺവീനർ രാജ്കുമാർ കരുവാരത്ത് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ കോർഡിനേഷൻ കമ്മിറ്റി നമ്മൾ ഇതിനി തുടർന്ന് നമുക്ക് ഇത്തരത്തെ രീതിയിൽ ഫൈൻ ഈടാക്കി വ്യവസായം പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇപ്പം തന്നെ വ്യവസായത്തിൻ്റെ സ്ഥിതി നമുക്കൊക്കെ അറിയുന്നതാണ്. അതിഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട് കൊണ്ട് എങ്ങനെയൊക്കെ തട്ടി മുട്ടിയിട്ടാണ് കേരളത്തിലെ ബസ് ഉടമകൾ കാലം കഴിച്ചു കൊണ്ടുപോകുന്നത്. നമുക്കൊക്കെ മനസ്സിലാക്കാം. 2250 ബസ്സുകൾ ഉണ്ടായിരുന്ന കണ്ണൂർ ജില്ലയിൽ ഇപ്പോൾ 800ലും ചുരുങ്ങി 750 ബസ്സുകളോളമായി. ഞങ്ങൾ ഈ വരുന്ന ഡിസംബർ 10 ഈ നടപടിയുമായി തുടർന്ന് വരികയാണെങ്കിൽ ഡിസംബർ 10 കണ്ണൂർ ജില്ലയിലെ മുഴുവൻ സ്വകാര്യ ബസ്സുകളും ഒരു ദിവസത്തേക്ക് സൂചനയായി ബസ്സുകൾ നിർത്തിവെക്കാൻ, അതിനുശേഷവും പരിഹാരമായില്ലെങ്കിൽ ഡിസംബർ 18 അനിശ്ചിതകാലത്തേക്ക് കണ്ണൂർ ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾ നിർത്തിവെക്കാനാണ് ഇന്നലെ ചേർന്ന കോർഡിനേഷൻ കമ്മിറ്റി നമ്മൾ തീരുമാനിച്ചത്.
തോട്ടട നടാൽ NH66 റോഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെയും ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിലെ ഉറപ്പിന്റെ ഭാഗമായാണ് ബസ്സുടമകളും ആക്ഷൻ കമ്മിറ്റിയും സംയുക്തമായി നടത്തിയ സമരം പിൻവലിച്ചത്. എന്നാൽ അന്നെടുത്ത തീരുമാനത്തിൽ നിന്നും അധികൃതർ പിന്മാറുന്നതായാണ് അറിയാൻ കഴിഞ്ഞതെന്നും OKUP സ്കൂളിനടുത്ത് അണ്ടർപാസ് നിർമ്മിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമര പരിപാടികളുമായി വീണ്ടും മുന്നോട്ടു പോകാനാണ് കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ തീരുമാനമെന്നും രാജ്കുമാർ പറഞ്ഞു. ഭാരവാഹികളായ K. ഗംഗാധരൻ, PK. പവിത്രൻ, KP. മുരളി, TM. സുധാകരൻ എന്നിവരും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. മാട്ടൂൽ ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ 2024-25 അധ്യയന വർഷത്തെ ഉപജില്ല, ജില്ലാ കായികമേള, ശാസ്ത്രമേള, കലോത്സവം എന്നിവയിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കുവാൻ വിജയാരവം 24 സംഘടിപ്പിച്ചു. കോർപ്പറേറ്റ് മാനേജർ വെരി റവറന്റ് മോൺസിഞ്ഞോർ ഡോക്ടർ ക്ലാരൻസ് പാലിയത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ ഹെഡ് മിസ്റ്റേഴ്സ് N. മിനി സ്വാഗതം ആശംസിച്ചു. PTA പ്രസിഡന്റ് വിൽസൺ CP അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ സുനീഷ് ജോസഫ് അനുമോദന പ്രഭാഷണം നടത്തി. അഡ്മിനിസ്ട്രേറ്റർ മോഹനൻ, വാർഡ് മെമ്പർ ഷംജി മാട്ടൂൽ, മദർ PTA പ്രസിഡന്റ് ധന്യ വിൽസൺ, അധ്യാപക പ്രതിനിധി അബ്ദുൾ സലാം, സ്കൂൾ ലീഡർ ഫാത്തിമ ബീബി എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി ഷെറിൻ ലോറൻസ് നന്ദി അർപ്പിച്ചു. വിജയികൾക്ക് ഉപഹാര സമർപ്പണം നടത്തി. വിവിധ മത്സരത്തിൽ സ്കൂളിലെ 230-ലധികം കുട്ടികൾ വിജയികളായിരുന്നു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. വിമുക്ത ഭടസംഘടനയായ അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്തിന്റെ 25ാം വാർഷിക ജനറൽ ബോഡി യോഗം ലഫ്റ്റനന്റ് ജനറൽ VK ചതുർവേദി ഉദ്ഘാടനം ചെയ്തു. 3 ദിവസങ്ങളിലായി നടക്കുന്ന യോഗം കണ്ണൂർ കാനത്തൂരിലെ പാങ്ക്രോവ് ഹെറിറ്റേജിലാണ് നടക്കുന്നത്. जय नमस्कार, जय जगन्नाथ. ദേശീയ ജനറൽ സെക്രട്ടറി ബ്രിഗേഡർ DS ത്രിപതി, സംസ്ഥാന പ്രസിഡന്റ് P. വിവേകാനന്ദൻ, കേണൽ SS മുണ്ടാലിയ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നലെ എക്സിക്യൂട്ടീവ് യോഗം നടന്നിരുന്നു. രാജ്യത്ത് വിമുക്ത ഭടന്മാർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് വാർഷിക ജനറൽ ബോഡി യോഗം സജീവമായി ചർച്ച ചെയ്യും. നാളെ യോഗത്തിൽ മേജർ ജനറൽ RPS ഭദോരിയ, മേജർ ജനറൽ രാജീവ് ഗുപ്ത, അശോക് ചാവ്ഡ, കേണൽ IK തിവാരി, മായ കൗൾ തുടങ്ങിയവർ സംസാരിക്കും. ജനറൽ ബോഡി യോഗത്തോടൊപ്പം ഇന്നും നാളെയും വിവിധ കലാപരിപാടികളും നടക്കും. സംഘടനാ ഭാരവാഹികളായ മേജർ ജനറൽ ഡോക്ടർ P. വിവേകാനന്ദൻ, കേണൽ M. അച്യുതൻ, മധു വട്ടവിള, PP. ശശിധരൻ, K. സേതുമാധവൻ, C. രഘുനാഥ്, PR. രാജൻ, മുരളീധര ഗോപാൽ തുടങ്ങിയവർ വാർഷിക ജനറൽ ബോഡി യോഗത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനി വാണിജ്യം. മൊബൈൽ ഫോൺ ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ച് 25 വർഷം പൂർത്തിയാക്കിയ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോയുടെ പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ണൂർ ഗ്ലോബൽ വില്ലേജിൽ പ്രവർത്തനം ആരംഭിച്ചു. സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മാറുന്ന ടെക്നോളജിക്കൊപ്പം മുന്നേറുക എന്ന ലക്ഷ്യത്തോടെ 1998 ഇന്ത്യയിൽ ആദ്യമായി ആരംഭിച്ച് ലോകത്ത് എവിടെയും സംരംഭകത്വം എന്ന തലത്തിലേക്ക് വിദ്യാർത്ഥികളെ ഉയർത്താൻ ആവശ്യമായ ടെക്നോളജി പഠനം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ പ്രവർത്തിക്കുന്നത്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കൊല്ലം, പാലക്കാട്, ആലുവ, തൃശൂർ എന്നിവിടങ്ങളിലൊക്കെ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. 90% പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള പ്രാക്ടീസ് മെത്തേഡ് എന്ന രീതിയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് അവലംബിക്കുന്നത്. ഇന്ത്യയിലും വിദേശത്തുമായി 20-ൽ പരം ഇൻസ്റ്റിറ്റ്യൂട്ടുകളും 500-ൽ അധികം സപ്പോർട്ടിംഗ് സെന്ററുകളും ഉള്ള ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോയ്ക്ക് 40-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് പൂർവ്വ വിദ്യാർത്ഥികൾ 45-ൽ അധികം രാജ്യങ്ങളിൽ സ്വന്തം സ്ഥാപനം നടത്തുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കേന്ദ്ര സർക്കാർ നൈപുണ്യ വികസന മന്ത്രാലയത്തിന് കീഴിലുള്ള ടെലികോം സെക്ടർ സ്കിൽ കൗൺസിലിൻ്റെ കേരളത്തിൽ നിന്നുള്ള ഏക അക്കാദമിക് പാർട്ണറും കേരള സർക്കാരിൻ്റെ സമഗ്ര ശിക്ഷ കേരളയുടെ VHSE പാഠ്യപദ്ധതിയുടെ കരിക്കുലം കമ്മിറ്റി അംഗവുമാണ്. ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോയ്ക്ക് ദുബായ് ഗവൺമെൻറ്റിൻ്റെ KHDA അംഗീകാരവും ഉണ്ട്. അത്യാധുനിക റിപ്പയറിംഗ് ഉപകരണങ്ങളും ലാബുകളുമാണ് ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് കാഞ്ഞങ്ങാട് സ്ഥാപനത്തിൽ വെച്ചുകൊണ്ട് ബഹ്റൈനിലെ അവിടുത്തെ ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്തു എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ ഒന്നായിരുന്നു. ഞങ്ങളുടെ പിതാവ് മുഹമ്മദ് ഷാഫിൽ അദ്ദേഹം കമ്പ്യൂട്ടർ വന്നിട്ട് ലാപ്ടോപ്പൊക്കെ വന്നവനെ മുത്തുവിനെ വിളിച്ച് അത് അദ്ദേഹം ഇതിനെക്കൊണ്ട് പഠിപ്പിക്കുകയായിരുന്നു. അദ്ദേഹം പഠിച്ചത് പിടിക്കുമെന്നാണ്. അപ്പം അങ്ങനെയൊരു വലിയ ഇന്നോവേറ്റീവായി കാലം AI-യുടെയും മറ്റ് ടെക്നോളജിയുടെയും ഒക്കെ ഭാഗമായി മാറുന്ന സമയത്ത് നമുക്കിനിയും ഒരുപാട് പുതിയ ആളുകൾ തൊഴിൽ ദാതാവായി സംരംഭം മാറും. ബഹുമാനപ്പെട്ട നൗഷാദ് ബാഖയുടെ സാന്നിധ്യം, അദ്ദേഹം ഈയിടത്ത് ഉറപ്പുവെച്ചിട്ടുള്ള സ്നേഹസാഗരം, ഒരുപാട് ഭിന്നശേഷിക്കാരെ പോലെ വൃദ്ധരായിട്ടുള്ള
സാദിഖ് TH സ്വാഗതം പറഞ്ഞു. മാനേജിംഗ് ഡയറക്ടർ മുത്തുകോഴിച്ചേന അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ മുഖ്യ അതിഥിയായി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കണ്ടൽക്കാടുകളും ജൈവ വൈവിധ്യങ്ങളും നാശത്തിന്റെ വക്കിൽ. തോട്ടട നടാൽ അയ്യാറകത്ത് പാലം മുതൽ നടാൽ വരെയുള്ള ഏകദേശം 5 കിലോമീറ്ററോളം വരുന്ന കണ്ടൽക്കാടുകളിലാണ് അനധികൃത കയ്യേറ്റത്തിന്റെയും മറ്റ് പല കാരണങ്ങൾ കൊണ്ടും നശിക്കുന്നത്. ഒപ്പം നടാൽ പുഴയും വരണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് ദേശാടന പക്ഷികളും കൊക്കുകളും നിറഞ്ഞു നിന്നെടുത്ത് ഇന്ന് കാണാനാവുക വിരലിലെണ്ണാവുന്നത്ര പക്ഷികൾ മാത്രം. സിറ്റി ന്യൂസ് റിപ്പോർട്ടർ ജയദേവൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സൂക്ഷിച്ചു പോയിരിക്കുന്ന പുഴയും നാശത്തോടടുക്കുന്ന കണ്ടൽക്കാടുകളും നടാൽ ജനതയെ സംബന്ധിച്ചിടത്തോളം ഏറെ വിഷമകരമായ ഒരു വാർത്തയാണ്. ഒരു കാലത്ത് ദേശാടന പക്ഷികളും കൊക്കുകളും നിറഞ്ഞു നിന്നെടുത്ത് ഇവയൊക്കെ വിരലിൽ എണ്ണാവുന്നതായിരിക്കുന്നു. ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം നമ്മൾ ഓരോരുത്തരും തന്നെയാണെന്നാണ് ഈ ചിത്രങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നത്. കണ്ണൂർ ജില്ലയിലെ വളപട്ടണം കഴിഞ്ഞാൽ രണ്ടാമത്തെ വലിയ കണ്ടൽക്കാടുകളാണ് നടാലിലേത്. എന്നിട്ടും ഈ കണ്ടൽക്കാടുകൾ നശിക്കുന്നു എന്നത് സങ്കടകരം തന്നെയാണ്. മാലിന്യങ്ങൾ തള്ളുന്നത് ഈ പുഴയുടെ തീരത്തും പുഴയിലുമാണ്. കണ്ടലിന്റെ നാശത്തിന് ഒരു കാരണം ഇതുതന്നെയാണെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. പ്ലാസ്റ്റിക് കവറുകളും ചാക്കുകളും കണ്ടൽ ചെടിയുടെ വേരുകളിൽ തന്നെ നിന്ന് അവയ്ക്ക് വളരാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കുന്നു. കുറ്റിക്കണ്ടൽ, വള്ളിക്കണ്ടൽ തുടങ്ങി വിവിധ തരങ്ങളിലുള്ള കണ്ടലുകളും കണ്ണാമ്പെട്ടി തുടങ്ങിയ ഔഷധ ചെടികളും ഇടതൂർന്നു നിന്നിരുന്ന സ്ഥലമാണിത്. ഇന്ന് അവയൊന്നും ഇല്ലെന്ന് തന്നെ പറയാം. ഇവിടെ കയ്യേറ്റ ശ്രമം നടക്കുന്നുവെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയാവുമ്പോൾ കണ്ടലുകൾ നശിപ്പിക്കാനും സാധ്യത ഏറെയാണ്. ഇതിനൊക്കെ തടയിടുന്നതിന് പുഴ അളന്ന് തിട്ടപ്പെടുത്തണമെന്നും പരിസ്ഥിതി പ്രവർത്തകനായ KK നാസർ പറയുന്നു. നടാൽ മുതൽ അയ്യാറകത്ത് പാലം വരെയുള്ള ഏകദേശം 5-6 കിലോമീറ്റർ വരുന്ന നടാൽ പുഴയുടെ തീരത്താണ് ഇപ്പോൾ സിറ്റി ന്യൂസ് ഉള്ളത്. ഞങ്ങളിവിടെ എത്തിച്ചേരാൻ ഉള്ള ഒരു പ്രധാന കാരണം കണ്ടൽക്കാടുകളെക്കുറിച്ച് അറിയുക എന്നുള്ളത് തന്നെയാണ്. അത് പരിസ്ഥിതി പ്രവർത്തകനായ നാസിർ ക നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹം ഈ കണ്ടൽക്കാടുകളെക്കുറിച്ച് വളരെ വ്യക്തമായി തന്നെ പഠിച്ച ഒരാളാണ്, പ്രത്യേകിച്ച് ഈ ഒരു ഏരിയയിലുള്ളത്. അപ്പോൾ കൂടുതൽ ഞാൻ പറയുന്നതിനേക്കാൾ ഉചിതം അദ്ദേഹം പറയുന്നത് തന്നെയാണ്. ഒരു കാലത്ത് ഈ നടാൽ പുഴയിൽ മത്സ്യസമ്പത്തിൻ്റെ ഒരു ഉറവിടം തന്നെയായിരുന്നു. വല വീഴുന്ന അതുപോലെ തന്നെ തോണിക്കാരെ കൊണ്ടൊക്കെ ഈ പുഴ നിറഞ്ഞിരുന്നു. അന്നൊക്കെ ഒരുപാട് മത്സ്യസമ്പത്തുണ്ടായിരുന്നു. ഇന്ന് പുഴയിലൊരു മത്സ്യം പോലും കാണാനില്ല. പ്രത്യേകിച്ച് പച്ചക്കാരൻ ഞണ്ടുകൾ, ഒരുപാട് തന്നെ മൊളാസ്ക വർഗത്തിൽപ്പെട്ട മറ്റ് ജീവജാലങ്ങൾ, ഇരുമീൻ, അതുപോലത്തെ ഒരുപാട് പുഴ മത്സ്യങ്ങളൊക്കെ ഇന്ന് ഈ പുഴയിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് കാരണം പുഴ മലിനീകരണമായിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണാൻ പറ്റുന്നത്. നീർപക്ഷികളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെ കാണാൻ വരുന്നു. കാറ്റിൽ ഹെറോൺ, ലിറ്റിൽ കോർമറൻ്റ് പോലുള്ള പക്ഷികൾ ഇവിടെ കൂടുകൂട്ടിയിരുന്നു. ഇന്ന് അതൊക്കെ കാണാൻ തന്നെ പറ്റുന്നില്ല. നടാൽ ആ 12-13 മഴവരങ്ങൾക്കിടയിൽ ഒരു 700ഓളം കൂടുകൾ ഒരു 3-4 വർഷം മുന്നേ കണ്ടിരുന്നു. കാറ്റിൽ ഹൊറോൺ, അവർ ലിറ്റിൽ കോർമൻ്റുകളൊക്കെ. പക്ഷേ ഇന്നൊക്കെ അത് ഒരു 10-15-20 കൂടുകളായി ചുരുങ്ങിയിരിക്കുകയാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ നടാൽ ഭാഗത്തുള്ള ഈ തണ്ണീർത്തടങ്ങൾ, പുഴകൾ ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അതായത് അജൈവ മാലിന്യങ്ങളും ജൈവ മാലിന്യങ്ങളിട്ട് അതിനെ നഷ്ടപ്പെടുത്തിയതോടുകൂടി ഇതിൻ്റെ തീറ്റപ്പാടങ്ങൾ ഇല്ലാതായി. അതാണ് ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം. പിന്നെ മറ്റുള്ള പല ചെറു ജീവജാലങ്ങൾ, പക്ഷികൾ, അതുപോലെ തന്നെ ഉരകങ്ങൾ ഒക്കെ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത കാണാൻ പറ്റുന്നത്. പിന്നെ ഈ പുഴ വഴികൾ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. നമുക്ക് ഇതിൽ നടന്നു പോകുന്ന ഒരുപാട് പുഴ വഴികളുണ്ടായിരുന്നു. ഇന്ന് പുഴ വഴികളൊക്കെ കാണുന്നില്ല. പുഴ വഴികൾക്ക് ഇന്ന് സ്വകാര്യ വ്യക്തികളോ അല്ലെങ്കിൽ മറ്റ് രീതിയിലോ അതിനെ പിടിച്ച് കൂട്ടിയോജിപ്പിച്ച് അതിലെ പുഴ വഴികൾ നഷ്ടപ്പെടുന്നൊരു സംഭവമാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അത് നമ്മുടെ നാട്ടുകാർക്കിടയിൽ ഒരു ബോധവൽക്കരണ ക്ലാസ്, അതുപോലെ തന്നെ മറ്റു രീതിയിൽ ബന്ധപ്പെട്ടവരെ ശ്രദ്ധയിൽപ്പെടുത്തി ഈ പുഴ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണെന്ന് കൂടി പറയാം. ഇതെല്ലാം ഒരിക്കൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും തിരിച്ചു കിട്ടില്ലെന്നും ഈ കാഴ്ചകളും ഇദ്ദേഹവും ഓർമ്മപ്പെടുത്തുന്നു. പ്രകൃതി നമുക്ക് നൽകിയ വരദാനമാണ് പുഴയും ജൈവ വൈവിധ്യങ്ങളും. അതിനെ സംരക്ഷിക്കാൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ പ്രകൃതി വികൃതിയാവും. ക്യാമറമാൻ രജിത്തിനൊപ്പം ജയദേവൻ, സിറ്റി ന്യൂസ്, കണ്ണൂർ. ഇനി സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 7150, പവന് 57,200, വെള്ളി 100 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
UAEയിലെ കളിയാട്ടത്തിൽ വിശദീകരണമായി കനലാടിമാർ. നടക്കുന്നത് അനാവശ്യ വിവാദം. കളിയാട്ടം നടത്തിയത് ചിട്ടയും ആചാരവും അനുസരിച്ച്. മുത്തപ്പൻ വെള്ളാട്ടം നടത്തിപ്പിനില്ലാത്ത വിവാദങ്ങൾ കളിയാട്ടത്തിന് കൽപ്പിക്കുന്നത് നിന്ദ്യമെന്നും പത്മശ്രീ നാരായണ പെരുവണ്ണാൻ. ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾ ഡിസംബർ 10 സർവീസ് നിർത്തിവെക്കും. പ്രതിഷേധം പോലീസിന്റെ വ്യാപക പിഴ ചുമത്തലിനെതിരെ. ആഹ്വാനം കോർഡിനേഷൻ കമ്മിറ്റി യോഗത്തിന് ശേഷം. നടപടിയില്ലെങ്കിൽ 18 മുതൽ അനിശ്ചിതകാല സമരം. നാശത്തിന്റെ വക്കിലെത്തി നടാൽ പുഴയിലെ കണ്ടലുകൾ. എത്രയും പെട്ടെന്ന് സംരക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യം. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ളവ തള്ളി നശിച്ചത് ജൈവ വൈവിധ്യം. പുഴ കയ്യേറാനും ശ്രമം. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.